ഉടൻ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനി അരിദമൻ. ഉടൻ കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്ന ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനി അരിദമൻ. RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമൻ. RBIയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകി രാമൻ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമായത് രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ 6 നേടുന്ന താരമായത് രോഹിത് ശർമ്മ. സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് M-Stripes. സംസ്ഥാനത്ത് കടലാസ് രഹിത കടുവ കണക്കെടുപ്പിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പ് M-Stripes. 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡിച്വ. 2025 നവംബറിൽ ശ്രീലങ്കയിൽ വൻ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഡിച്വ. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഓപ്പറേഷൻ സാഗർ ബന്ധു. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് P. മോഹനൻ. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് P. മോഹനൻ.